നമ്മൾ കേരളീയരെല്ലാവരും ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണക്കാലം വരുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അത്തപ്പൂക്കളം, അതേപോലെ തന്നെ ഓണസദ്യ, ഓണത്തിന് വിളമ്പുന്ന പായസം, ഓണത്തല്ല്, വടംവലി എന്നിവയെല്ലാം. ഇതിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് എൻ്റെ രോഗികളിൽ നിന്നാണ്. എൻ്റെ പ്രമേഹ രോഗികൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്രാവശ്യത്തെ ഓണത്തിന് എനിക്ക് ഡോക്ടറെ സദ്യയുടെ കൂടെ പായസം വിളമ്പാൻ പറ്റുമോ എന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എല്ലാ പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടർക്കും അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ പായസത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ഈ പ്രമേഹ രോഗമുള്ള സുഹൃത്തുക്കൾക്കും പായസം അവരുടെ സദ്യയുടെ ഒരു ഭാഗമാക്കാം. അതിൽ തന്നെ നമുക്കറിയാം, സാധാരണ രീതിയിൽ അരി, അട എന്നിവ ഉപയോഗിക്കുന്നതിന് പകരം അത് ഗോതമ്പ് നുറുക്ക് അല്ലെങ്കിൽ സേമിയ, ഓട്സ് എന്നിവ വെച്ച് പായസം ഉണ്ടാക്കുകയും അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിന് പകരം, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം സാധാരണ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നത് വഴിയും, അതുപോലെ അതിൽ സാധാരണ ചേർക്കാറുള്ള പഞ്ചസാര, ശർക്കരയ്ക്ക് പകരം മറ്റു 0 കാലറി 0 ഷുഗർ സ്വീറ്റ്നസ് ചേർക്കുന്നത് വഴിയും നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഉചിതമായ രീതിയിൽ ഒരു പായസം ഈ ഓണക്കാലത്ത് നമുക്ക് തയ്യാറാക്കാം. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു സംശയം വരുന്നതാണ്, ഇതിൽ മധുരമില്ലാതെ എങ്ങനെയാണ് ഒരു പായസമാക്കുന്നതെന്ന്. പലപ്പോഴും പല രോഗികൾ എന്നോട് ചോദിക്കാറുള്ളതാണ്, പായസത്തിന് മധുരമെങ്കിൽ എങ്ങനെ പിന്നെ ഡോക്ടറെ അത് പായസമാവുന്നതെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി 0 ഷുഗർ 0 കാലറിയുള്ള സ്വീറ്റ്നസ്സായ സ്റ്റീവിയ, അതേപോലെ തന്നെ എരിത്രിട്ടോൾ എന്നീ സ്വീറ്റ്നസ് ഉപയോഗിച്ച് നമുക്ക് പായസത്തിൽ വേണ്ട മധുരവും ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വരുന്ന ഈ ഓണാഘോഷം ഒരു സന്തോഷവും ആരോഗ്യപരവും അതേപോലെ തന്നെ ഉത്സാഹപരമായൊരു ഓണം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.